നമസ്കാരം. സിദ്ദീഖില്ലെങ്കിലും ഐ ഗ്രൂപ്പിന് സീറ്റ് നൽകില്ലെന്ന ഉറച്ച നിലപാടിൽ കരുക്കൾ നീക്കി ഉമ്മൻചാണ്ടി. വയനാട്ടിൽ സിദ്ദീഖിനെ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ഐ ഗ്രൂപ്പ് കലാപക്കൊടി ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് സീറ്റ് സിദ്ദീഖിന് പിടിച്ചുവാങ്ങി ഉമ്മൻചാണ്ടി മറുതന്ത്രം പയറ്റിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉമ്മൻചാണ്ടി തന്നെ ഉന്നയിച്ചത് ഈ നീക്കത്തിൻ്റെ ഭാഗമാണ്. രാഹുൽ കേരളത്തിൽ നിന്ന് മത്സരിച്ചാൽ 20-ൽ 20 സീറ്റ് നേടാൻ പറ്റുമെന്നാണ് ഉമ്മൻചാണ്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അത് കർണാടക, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിലെ ജനവിധിയെ സ്വാധീനിക്കുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് രാഹുൽ വയനാട് മത്സരിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് പരിഗണിച്ചത്. ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സിദ്ദീഖിന് തന്നെ രാഹുലിൻ്റെ പ്രചാരണത്തിൻ്റെ പ്രധാന ചുമതല ഏൽപ്പിക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനം. സ്ഥാനാർത്ഥിയാവണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം രാഹുൽ അംഗീകരിച്ചതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതോടെ ഹൈക്കമാൻഡിലും കേരളത്തിലും ശക്തമായ സ്വാധീന ശക്തിയായി ഇനി ഉമ്മൻചാണ്ടി മാറും. സീറ്റ് ത്യാഗം ചെയ്യുന്ന സിദ്ദീഖിനും വലിയ പദവി ഉറപ്പാണ്. കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകൾക്കാണ് ഈ തീരുമാനം വലിയ തിരിച്ചടിയാവുക. രാഹുൽ കേരളത്തിൽ നിന്നും മത്സരിക്കണമെന്ന ആവശ്യം നേരത്തെ MLA-മാരായ VT ബൽറാമും KM ഷാജിയും ഉന്നയിച്ചിരുന്നു. കലങ്ങിമറിഞ്ഞ UP-യിൽ സ്ഥിതി പ്രവചനാതീതമായതിനാൽ രാഹുൽ അമേഠിയിൽ റിസ്ക് എടുക്കരുതെന്ന നിലപാടിനെ തുടർന്നാണ് വയനാട് സീറ്റ് ഹൈക്കമാൻഡ് പരിഗണിച്ചത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും രാഹുലിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. വയനാട്ടിൽ സിദ്ദീഖിനെ അംഗീകരിക്കാതെ ഐ ഗ്രൂപ്പ് വലിയ കലാപക്കൊടിയാണ് ഉയർത്തിയിരുന്നത്. ഏത് വിധേനയും സിദ്ദീഖിനെ പരാജയപ്പെടുത്താനായിരുന്നു ഐ ഗ്രൂപ്പിൻ്റെ രഹസ്യ തീരുമാനം. അതല്ലെങ്കിൽ ഈ മണ്ഡലം എന്നേക്കുമായി ഐ ഗ്രൂപ്പിന് നഷ്ടപ്പെടുമെന്നാണ് നേതൃത്വം വിലയിരുത്തിയത്. പരസ്യമായി നിലപാടെടുത്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നതിനാൽ രഹസ്യമായി അജണ്ട നടപ്പാക്കുകയായിരുന്നു നീക്കം. ഈ നീക്കങ്ങളാണിപ്പോൾ രാഹുലിൻ്റെ വരവോടെ ഇല്ലാതാകുന്നത്. ഐ ഗ്രൂപ്പിലെ KP അബ്ദുൾ മജീദ്, ഷാനിമോൾ ഉസ്മാൻ, നിയാസ് എന്നിവരെ തഴഞ്ഞാണ് വയനാട്ടിൽ KPCC നേതൃത്വം കോഴിക്കോട് DCC പ്രസിഡന്റ് സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം അംഗീകരിക്കാതെ രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കൈവിട്ടപ്പോഴും വയനാടായിരുന്നു ഐ ഗ്രൂപ്പിന് തുണയായിരുന്നത്. കോഴിക്കോടും വയനാടും ഒരുമിച്ച് നഷ്ടമാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു ഐ ഗ്രൂപ്പിൻ്റെ കടുത്ത നിലപാട്. AICC തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ച് പാർട്ടി ഔദ്യോഗിക പത്രക്കുറിപ്പിറക്കിയാൽ മാത്രമേ പാർട്ടി സ്ഥാനാർത്ഥിയാകൂ എന്ന നിലപാടിലായിരുന്നു ഐ ഗ്രൂപ്പ് നേതൃത്വം. തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അംഗീകാരം നൽകും മുമ്പേ വയനാട്ടിൽ സിദ്ദീഖിൻ്റെയും വടകരയിൽ K മുരളീധരൻ്റെയും ആറ്റിങ്ങൽ അടൂർ പ്രകാശിൻ്റെയും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ്റെയും പേരുകൾ പ്രഖ്യാപിച്ചതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 12 സ്ഥാനാർത്ഥികളെ മാത്രമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് അംഗീകരിച്ച് ഔദ്യോഗിക പത്രക്കുറിപ്പ് വഴി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ഐ ഗ്രൂപ്പിലെ സംസ്ഥാന നേതാക്കൾ തന്നെ ഉന്നത നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തു. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുമെന്ന വാർത്ത പുറത്തായത് ഇടത് കേന്ദ്രങ്ങളെയാകെ ഞെട്ടിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സാധ്യതയെ രാഹുലിൻ്റെ വരവോടെ തകർന്നടിയുമോ എന്ന ആശങ്കയിലാണ് ഇടത് നേതൃത്വം.